റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന സീരീസിൻ്റെ 4ാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. ആദ്യ ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കുക. റോമിലെ ക്രൂരനായിട്ടുള്ള ചക്രവർത്തി ടൈബീരിയസ് മരിച്ചിരിക്കുകയാണ്. മരിക്കുന്നതിന് മുൻപ് അയാൾ ഒരു കെടി കൂടി ഒരുക്കി വെച്ചിട്ടാണ് മരിച്ചത്. കലിഗുലയും ഗമല്ലസിനെയും ഒരുമിച്ച് അടുത്ത ചക്രവർത്തിയാക്കി മാറ്റുന്ന രീതിയിൽ അയാൾ വില്ലെഴുതിയിരിക്കുന്നു. അത് വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. കാരണം രണ്ടുപേർക്കും പരസ്പരം കണ്ടുകൂടാ. രണ്ടുപേരും ശത്രുക്കൾ തന്നെയാണ്. രണ്ടുപേർക്കും തമ്മിൽ രക്തബന്ധമുണ്ട്. പക്ഷേ രണ്ടുപേരും നല്ല രീതിയിലുള്ള അകൽച്ചയിലുമാണ്. അത് വലിയൊരു ട്രാക്കാണ്. ഒന്നുകിൽ ഗമല്ലസ് കലിഗുലയെ കൊല്ലും, അല്ലെങ്കിൽ കലിഗുല ഗമല്ലസിനെ കൊല്ലും. ഒരു മരണം തീർച്ചയായിട്ടും നടക്കുന്നതാണ്. മാർക്കോയും കലിഗുലയും തമ്മിൽ വലിയ രീതിയിലുള്ള സംഭാഷണങ്ങൾ തന്നെയാണ്. മാർക്കോയ്ക്ക് കലിഗുല അടുത്ത ചക്രവർത്തിയാകുന്നതിനോടാണ് താല്പര്യം. കലിഗുല ആ ഒരു കാപ്രിയിലെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന അന്നു മുതൽ മാർക്കോയുടെ അടുത്ത സുഹൃത്ത് തന്നെയാണ്. മാർക്കോ കലിഗുലയോട് സംസാരിക്കുകയാണ്. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാവുകയുള്ളൂ. ഗമല്ലസ് നിങ്ങളെ കൊല്ലാനുള്ള ഒരു വലിയ സാധ്യത തന്നെയുണ്ട്. കൊന്നുകഴിഞ്ഞാൽ അവനായിരിക്കും ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചക്രവർത്തി. പക്ഷേ അവൻ അങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് അവനെ കൊല്ലേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ മുൻപ് തന്നെ നമുക്ക് സെനറ്റിനെ കണ്ട് ചില കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് സെനറ്റിലെ ചില അംഗങ്ങളുമായിട്ട് വളരെ അടുത്ത ഒരു സൗഹൃദ ബന്ധം തന്നെയാണ് ഉള്ളത്. അവരോട് നമുക്ക് പറയാം, മരണാവസ്ഥയിലാണ് അയാൾ ഇപ്രകാരമുള്ള ഒരു വില്ല് എഴുതിയതെന്ന്. മരിക്കുന്ന ആ അവസ്ഥയിൽ അയാൾക്ക് ബുദ്ധിസ്ഥിരത ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു പരത്താൻ എളുപ്പമാണ്. ഒന്നാമത് ഈ സെനറ്റിലുള്ള ആളുകൾക്ക് ടൈബീരിയസിനെ കണ്ടുകൂടാ. അപ്പോൾ അയാളുടെ വില്ല് നള്ളിഫൈ ചെയ്യുന്നതിനോട് അവർക്ക് വിരോധമൊന്നും ഉണ്ടാവുകയില്ല. അതും നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേ സമയം ഗമല്ലസ് ഒറ്റയ്ക്കാണ്. മാർക്കോയെ പോലുള്ള ഒരു വലിയ ആളുടെ പിന്തുണയൊന്നും ഗമല്ലസിനില്ല. ഒരു കൊച്ചുകുട്ടിയാണ്. ഏതാണ്ട് ഒരു 18 വയസ്സ് മാത്രമാണ് ഗമല്ലസിന് ആ സമയത്ത് പ്രായം. ഗമല്ലസ് വലിയ രീതിയിലുള്ള ഭയത്തിൽ തന്നെയാണ്. അയാൾക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും കലിഗുല തന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന്. അന്ന് വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പോൾ കട്ടിലിൻ്റെ സമീപത്തായിട്ട് നല്ല മൂർച്ചയേറിയ ഒരു കടാര അയാൾ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഭയത്തോടു കൂടി തന്നെയാണ് കിടന്നത്. ആ രാത്രി അയാൾക്ക് ഉറങ്ങാൻ സാധിക്കുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ ഉറക്കത്തിലേക്ക് അയാൾ വഴുതി വീഴുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾക്ക് ഞെട്ടി എഴുന്നേൽക്കേണ്ടി വന്നു. ഒരു ശബ്ദം, ആരോ എങ്ങോട്ടോ ചാടുന്ന ഒരു ശബ്ദം. ആ കാൽപെരുമാറ്റം അടുത്തു വരുന്നതായിട്ട് ഗമല്ലസിന് തോന്നി. ഭയം അയാളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. ഒന്നും നോക്കിയില്ല, അടുത്തുണ്ടായിരുന്ന കടാരയെടുത്ത് കട്ടിൽ നിന്നും അയാൾ ചാടി ഇറങ്ങി. ചുറ്റുമുള്ള സ്ഥലമെല്ലാം അയാൾ നല്ല രീതിയിൽ വീക്ഷിച്ചു. ഉറക്കറയിൽ അപ്പോഴും ഒരു ചെറിയ പ്രകാശമുണ്ടായിരുന്നു. പ്രകാശം അത്തവണ അയാൾ കെടുത്തിയില്ല. കാരണം ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു രാത്രിയാണെന്ന് ഗമല്ലസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഭയത്തോടു കൂടി തന്നെ അയാൾ ആ ഉറക്കറയുടെ വെളിയിലേക്ക് ഇറങ്ങി. ചുറ്റുപാടുമൊക്കെ പരിശോധിച്ചു. കുറേ അധികം നേരം ഉറങ്ങാതെ അവിടെയൊക്കെ കറങ്ങി നടക്കുകയായിരുന്നു. പക്ഷേ ആരെയും കണ്ടെടുക്കാൻ അയാൾക്ക് സാധ്യമായില്ല. പിന്നീട് എങ്ങനെയോ ആ രാത്രി അയാൾ കഴിച്ചു കൂട്ടുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ കലിഗുലയെ നേരിട്ട് കാണാൻ ഗമല്ലസ് തീരുമാനിക്കുകയാണ്. അടുത്ത് മാർക്കോയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്കാണ് ഗമല്ലസ് കടന്നു വരുന്നത്. ഗമല്ലസിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ വ്യക്തമായിട്ടറിയാം അയാളുടെ ഉള്ളിൽ അതിഭീകരമായിട്ടുള്ള ഒരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഗമല്ലസ് ഭയത്തോടു കൂടി തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ നേരിട്ട് ഇപ്പം തന്നെ കൊല്ലുക. എനിക്ക് ഭയം ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നതല്ല. എനിക്കറിയാം മാർക്കോ നിങ്ങളുടെ ഒപ്പമാണ് ഉള്ളതെന്ന്. മാർക്കോയെ പോലെ തന്നെ നിങ്ങളും നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും എന്നെ അനായാസമായിട്ട് നിങ്ങൾക്ക് വകവരുത്താൻ സാധിക്കുന്നതാണ്. അത് ഒളിച്ചൊന്നും വേണ്ട. എനിക്ക് ഭയന്ന് ജീവിക്കാൻ സാധിക്കുന്നതല്ല. ഒന്നുകിൽ നിങ്ങൾ എന്നെ തടവിലാക്കുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യുക. കലിഗുല പെട്ടെന്ന് മറുപടി ഒന്നും പറയുന്നില്ല. അയാൾ കുറച്ചു നേരം അവിടെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. മാർക്കോ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴൊരു കൊലപാതകം നടക്കുമെന്നാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കമല്ല കലിഗുലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കലിഗുല ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയോടുകൂടി തന്നെ ഗമല്ലസിൻ്റെ അടുത്തേക്ക് അയാൾ നടന്നു. ഗമല്ലസിന് എന്താണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയൊന്നുമില്ല. വളരെ അടുത്തെത്തിയതിന് ശേഷം കലിഗുല പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നില്ല. അപ്പോഴെന്നെ നാട് കടത്താനായിരിക്കും നിങ്ങൾ ശ്രമിക്കുക അല്ലേ? അല്ലെങ്കിൽ തടവിലാക്കുമായിരിക്കും. ഇതൊന്നുമല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ടൈബീരിയസ് അല്ല. നിൻ്റെ മുത്തശ്ശനെ പോലുള്ള ഒരു വ്യക്തിയല്ല. നമ്മൾ തമ്മിൽ അടുത്ത ഒരു രക്തബന്ധം തന്നെയുണ്ട്. നീ എൻ്റെ വേണ്ടപ്പെട്ട ഒരു കുട്ടി തന്നെയാണ്.
ടൈബീരിയസിനെ പോലെ വേണ്ടപ്പെട്ട ആളുകളെ ഒന്നും കൊല്ലാൻ എന്നെക്കൊണ്ട് സാധ്യമാകുന്നതല്ല. നമുക്ക് ഒന്നിച്ച് തന്നെ ഈ റോമിൽ ഉണ്ടായിരിക്കണം. എനിക്ക് വളരെ കുറച്ച് രക്തബന്ധം മാത്രമേ നിലവിലുള്ളൂ. കാരണം ബാക്കിയുള്ളവരെ എല്ലാം ടൈബീരിയസ് കൊന്നു കളഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നെ കൊല്ലാൻ സാധിക്കുകയില്ല. ഞാൻ നിന്നെ ദത്തെടുക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ നീ എൻ്റെ ദത്തുപുത്രനാണ്, എൻ്റെ ആദ്യത്തെ പുത്രൻ. മാത്രമല്ല എൻ്റെ മരണശേഷം പിന്നീട് ഈ റോം ഭരിക്കാൻ പോകുന്നത് എൻ്റെ യഥാർത്ഥ രക്തത്തിലുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളല്ല, മറിച്ച് നീയായിരിക്കും. കാരണം നിനക്ക് ഞാൻ അത്രയധികം മൂല്യം നൽകുന്നുണ്ട്. ഗമല്ലസിന് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധ്യമായില്ല. അയാൾക്ക് പെട്ടെന്നൊരു ആശ്വാസമാണ് തോന്നിയത്. ഇവിടെ ഒരു ചതി ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ കലിഗുലയ്ക്ക് ഇപ്പോൾ തന്നെ ഗമല്ലസിനെ കൊല്ലാൻ സാധിക്കുന്നതാണ്. പക്ഷേ അയാൾ അതൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല അയാളെ മകനായിട്ട് ദത്തെടുക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. മാർക്കോയ്ക്ക് അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരുമാനിക്കേണ്ടത് സെനറ്റാണ്. സെനറ്റിലുള്ള അംഗങ്ങളെ നേരിട്ട് കാണണം. അതുകൊണ്ട് തന്നെ മാർക്കോ കാപ്രി എന്ന ആ ഒരു ദ്വീപിൽ നിന്നും റോമിലേക്ക് മടങ്ങി പോവുകയാണ്. അവിടുത്തെ സെനറ്റ് ഹാളിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ അയാൾക്ക് കുറേയധികം സെനറ്റ് മെമ്പേഴ്സുമായിട്ട് വലിയൊരു ബന്ധം തന്നെയുണ്ട്. അവരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അയാൾ അബോധാവസ്ഥയിൽ എഴുതി വെച്ച എന്തോ ഒരു വില്ലാണ്. അവസാന ദിവസങ്ങളൊക്കെ ഞാൻ അയാളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ദിവസങ്ങൾ സ്ഥിരബോധമില്ലായിരുന്നു. സ്വന്തം പേര് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. ആ വ്യക്തി എഴുതി വച്ചിരിക്കുന്ന വില്ലിന് ഒട്ടും തന്നെ പ്രാധാന്യമില്ല. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരൊറ്റ ചക്രവർത്തി മാത്രം മതി. 18 വയസ്സ് മാത്രമുള്ള ഗമല്ലസിനെ എടുക്കുന്നതിനേക്കാളും നല്ലത് ആരോഗ്യവാനായിട്ടുള്ള ബുദ്ധിശാലിയായിട്ടുള്ള യുദ്ധത്തിൽ നല്ല പരിചയമുള്ള കലിഗുലയെ ചക്രവർത്തിയാക്കി മാറ്റുന്നതുമാണ്. ശരിക്കും പറഞ്ഞാൽ ടൈബീരിയസിന് ശേഷം ജർമേനിക്കാസ് ആണ് അടുത്ത രാജാവാകേണ്ടത്. ജർമേനിക്കാസിനെ കൊന്നുകളയുകയായിരുന്നു. അതുകൊണ്ട് അടുത്ത കിരീടാവകാശി ജർമേനിക്കാസിൻ്റെ മകനായിട്ടുള്ള കലിഗുല തന്നെയാണ്. അയാളെ നമുക്ക് ചക്രവർത്തിയാക്കാം. സെനറ്റിന് ഒട്ടും തന്നെ വിരോധമുണ്ടായിരുന്നില്ല. അവർക്ക് ടൈബീരിയസിനോട് ഒട്ടും സ്നേഹമുണ്ടായിരുന്നില്ല. അതിനുപരിയായിട്ട് ജർമേനിക്കാസിനോട് വലിയ രീതിയിലുള്ള ഒരു സ്നേഹബന്ധമുണ്ട് താനും. അതുകൊണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെയും അംഗീകരിക്കുകയായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ മാർക്കോ ഈ വിവരം കലിഗുലയെ എത്തിക്കുന്നുണ്ട്. കലിഗുല ഇനിയാണ് ഭരിക്കാൻ പോകുന്നത്. പക്ഷേ ടൈബീരിയസ് ഭരിച്ചതുപോലെ ഒളിച്ചിരുന്ന് ഭരിക്കാനല്ല. കാപ്രിയിൽ നിന്നും അയാൾ മടങ്ങി വരികയാണ്. 37 AD മാർച്ചിലാണ് അയാൾ റോമിൽ എത്തിച്ചേരുന്നത്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയായിരുന്നു ആളുകളുടെ ഇടയിലുണ്ടായിരുന്നത്. ആളുകൾ മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു. അവരുടെ ആഘോഷം ഇപ്പോഴല്ല ശരിക്കും ആരംഭിച്ചത്. ടൈബീരിയസ് മരണാവസ്ഥയിൽ ഇപ്പോൾ കിടക്കുകയാണെന്നുള്ള വാർത്ത കേട്ടപ്പോൾ മുതൽ തന്നെ ഇവിടെ ആഘോഷമാണ്. കാരണം റോമിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായിട്ടുള്ള, ഇത്രയും വൃത്തികെട്ട ഒരു ചക്രവർത്തി ഉണ്ടായിട്ടില്ല. ടൈബീരിയസിനോട് എല്ലാവർക്കും വെറുപ്പായിരുന്നു. കാരണം റോമിൻ്റെ ഒരു ആവശ്യ കാര്യങ്ങളും അയാൾ നടപ്പിലാക്കുന്നില്ല. അയാൾക്ക് അയാളുടെ സുഖകരമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അയാളുടെ മരണത്തെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നതുമാണ്. ഇതിനു പുറമെ ഒരു റൂമർ കൂടെ റോമിൽ പരക്കുന്നുണ്ടായിരുന്നു. അത് ഈ ടൈബീരിയസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂമറാണ്. രോഗശയ്യയിൽ കിടക്കുന്നു എന്ന കാര്യം സത്യം തന്നെയാണ്. പക്ഷേ അയാൾ സ്വാഭാവികമായിട്ടും മരിക്കുകയായിരുന്നില്ല. അയാളെ കൊല്ലുകയായിരുന്നു കലിഗുല. അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയുകയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു റൂമർ വലിയ രീതിയിൽ ആ നാട്ടിൽ പരന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കലിഗുലയ്ക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നുമല്ല സൃഷ്ടിച്ചത്, മറിച്ച് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയായിരുന്നു. കാരണം കലിഗുല കൊന്നത് മരിക്കേണ്ട ഒരു വ്യക്തിയെ തന്നെയാണ്. കലിഗുലയെയും അതുപോലെ തന്നെ റോമാക്കാരെയും ഇത്രയധികം ദ്രോഹിച്ച മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കുകയില്ല. രാജ്യാധികാരമൊക്കെ നേടി സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന കലിഗുലയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് മാർക്കോ. മാർക്കോ കൊടുക്കുന്നത് കുറേയധികം ഡോക്യുമെൻറ്റുകളാണ്. എന്താണ് ഈ ഡോക്യുമെൻറ്റുകൾ, എന്താണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് കലിഗുല ചോദിക്കുന്നുണ്ട്. അപ്പം മാർക്കോ പറയുന്നത് ഇത് വളരെ അമൂല്യമായിട്ടുള്ള ചില ഡോക്യുമെൻറ്റുകളാണ്, ടൈബീരിയസിൻ്റെ ഡോക്യുമെൻറ്റുകളാണ്. അയാൾ സെനറ്റിലുള്ള അംഗങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റുകളാണ്. ഇതിൽ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് റോമിൽ നടന്നിട്ടുള്ള വിചാരണകളുടെ ഡോക്യുമെൻറ്റേഷനാണ്. ഇതിൽ ആ വിവരങ്ങളൊക്കെ തന്നെയും അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കലിഗുലയുടെ അമ്മയുടെയും സഹോദരന്മാരുടെയും വധശിക്ഷ അല്ലെങ്കിൽ അവരുടെ തടങ്കൽ അത് നടപ്പിലാക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സെനറ്റ് അംഗങ്ങളാണ് കലിഗുലയുടെ അമ്മയ്ക്കെതിരെ വോട്ട് ചെയ്തത്, ആരുടെയൊക്കെ നീക്കത്തിൻ്റെ ഫലമായിട്ടാണ് ആ അമ്മയ്ക്ക് മരണം വരിക്കേണ്ടി വന്നത്, ആ വിവരങ്ങളൊക്കെ തന്നെയും ഇതിലടങ്ങിയിട്ടുണ്ട്. കലിഗുലയ്ക്ക് അത് കേട്ടപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ദേഷ്യമാണ് തോന്നിയത്.
തൻ്റെ അമ്മയെ കൊന്നവരോടുള്ള ദേഷ്യം. അയാൾ ആ ഡോക്യുമെൻറ്റുകളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രതികാര നടപടിയുമായിട്ട് ഇപ്പോൾ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അയാളിപ്പോൾ ഒരു ചക്രവർത്തിയായിട്ട് മാറിയിട്ടേ ഉള്ളൂ. അയാൾ എക്കാലത്തും ചക്രവർത്തിയാകണമെന്നില്ല. സെനറ്റിനാണ് പൂർണ്ണമായിട്ടുള്ള അധികാരം. സെനറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അയാളെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ സാധിക്കുന്നതുമാണ്. കലിഗുല ബുദ്ധിമാനായിട്ടുള്ള ഒരു ചക്രവർത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു ഇവിടെ നടക്കുന്നത് ഒരു വലിയ ചതുരംഗ കളിയാണെന്ന്. ബുദ്ധിപൂർവ്വം നടത്തേണ്ട ഒരു ചതുരംഗ കളി. ആദ്യത്തെ നീക്കമാണ് അയാൾ നടത്താൻ പോകുന്നത്. ചക്രവർത്തിയായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ കഴിയുന്നുള്ളൂ. ഇന്നുവരെ സെനറ്റിൽ പോയിട്ടില്ല. സെനറ്റിൽ പോയി അവിടെ ഒരു പ്രസംഗം നടത്തേണ്ടതായിട്ടുണ്ട്. ഇനിയുള്ള ഭരണം എപ്രകാരമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുമുണ്ട്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷത്തിലധികമായിട്ട് ഈ റോം ശരിക്കും ഭരിക്കുന്നത് ചക്രവർത്തിയല്ല, മറിച്ച് സെനറ്റാണ്. കാരണം ചക്രവർത്തിക്ക് ടൈബീരിയസിന് ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നല്ലോ. അയാൾ ക്യാപ്രിയിൽ ഒളിഞ്ഞു താമസിക്കുകയായിരുന്നു, അവിടുത്തെ സുഖലോലുപതയിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയത് സെനറ്റാണ്. ഇനിയിപ്പോൾ സെനറ്റിനെ ബോധ്യപ്പെടുത്തണം ടൈബീരിയസിനെ പോലുള്ളൊരു ചക്രവർത്തി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കുമുള്ള പവർ ഈ ചക്രവർത്തിക്ക് തന്നെ ലഭ്യമാകേണ്ടതാണ്. അതിനുവേണ്ടി ഇയാൾ ശ്രമിക്കുന്നതുമാണ്. സെനറ്റ് അംഗങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടത്തിപ്പോന്നിരുന്ന അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങൾ അത് ഇനി ഉണ്ടായിരിക്കുകയില്ല. ആ അധികാരമൊക്കെ തന്നെയും ഇനി ചക്രവർത്തിയുടെ കൈകൾ തന്നെയാണ്. ഇത് പറയാതെ തന്നെ സെനറ്റ് അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാകണം. അത് സാധ്യമാക്കേണ്ടത് ആദ്യത്തെ ആ പ്രസംഗത്തിലൂടെയാണ്. കലിഗുല മാർക്കോയുടെ ഒപ്പമാണ് സെനറ്റ് ഹാളിലേക്ക് എത്തിച്ചേരുന്നത്. സെനറ്റ് അംഗങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ആ ആദ്യ പ്രസംഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കിപ്പോൾ കലിഗുലയോട് വലിയ സ്നേഹം തന്നെ ഉണ്ട്. കയ്യിൽ ഒരു പൊതിയുമായിട്ടാണ് കലിഗുല എത്തിച്ചേരുന്നത്. ആ പൊതി തുറന്ന് അതിൻ്റെ അകത്തു നിന്നും കുറേയധികം ഡോക്യുമെൻറ്റുകൾ വെളിയിലേക്ക് എടുക്കുന്നുമുണ്ട്. ആ പേപ്പർ കഷ്ണങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്നു, ഇത് ടൈബീരിയസ് സൂക്ഷിച്ചു വച്ചിരുന്ന ഡോക്യുമെൻറ്റുകളാണ് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട്. സെനറ്റ് അംഗങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ടൈബീരിയസിൻ്റെ കയ്യിൽ അത്തരത്തിലുള്ളൊരു വജ്രായുധം ഉണ്ടായിരുന്നോ? ആ വജ്രായുധം പുതിയ ചക്രവർത്തിയുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്നു. എല്ലാവരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തന്നെ കലിഗുല ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ഡോക്യുമെൻറ്റുകൾ എൻ്റെ അമ്മയുടെ വിചാരണയും ഉണ്ട്. ആരൊക്കെയാണ് അമ്മയ്ക്കെതിരെ വോട്ട് ചെയ്തതെന്നും ഇതിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ പല ആളുകളും ഭയത്തോടു കൂടി തന്നെ തല താഴ്പോട്ട് താഴ്ത്തി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കലിഗുല പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഒരു പ്രസ്താവന കലിഗുലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ കാണുന്ന ഈ ദീപത്തിൽ ഈ പേപ്പറുകൾ കത്തിച്ച് ചാമ്പലാക്കാൻ പോവുകയാണ്. ഇനി ഒരു പാസ്റ്റും ഇവിടെ വേണ്ട. ഇനി വേണ്ടത് ഫ്യൂച്ചറാണ്. ടൈബീരിയസ് അല്ല ഞാൻ ഒരു പുതിയ ചക്രവർത്തിയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, റോം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മികച്ച ചക്രവർത്തി തന്നെയാണ്. എനിക്ക് ആരോടും പ്രതികാരമില്ല. ആ പ്രതികാരങ്ങളൊക്കെ തന്നെയും ഈ പേപ്പറുകളോടൊപ്പം ഞാനിവിടെ കത്തിച്ച് കളയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന പേപ്പറുകൾ ഒന്നൊന്നായിട്ട് ആ ദീപത്തിലിട്ട് അയാൾ കത്തിച്ച് കളയുന്നുണ്ട്. പക്ഷേ ശരിക്കും അത് ആ ഡോക്യുമെൻറ്റുകൾ തന്നെയാണോ? കാരണം ആ പേപ്പറുകളൊന്നും തുറന്നാരെയും കാണിക്കുന്നില്ല. ഒരുപക്ഷെ അയാൾ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് തന്നെ. ഇപ്പോൾ ഒരു പ്രഹസനം എന്ന വണ്ണം വെറും പേപ്പറുകൾ കത്തിച്ച് ചാമ്പലാക്കുകയായിരിക്കാം. പക്ഷേ ചരിത്രത്തിൽ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. സെനറ്റ് അംഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഉണ്ടായത്. അവർ എഴുന്നേറ്റ് നിന്ന് കലിഗുലയെ പുകഴ്ത്തിക്കൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ തുടങ്ങി. കലിഗുല മനസ്സിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുകയായിരുന്നു. സെനറ്റ് അംഗങ്ങൾക്ക് നേരെ ഒരു ടിക്ക് മാർക്ക്. അവരിപ്പോൾ എൻ്റെ ഒപ്പമാണ്. ഇനി ഒരു ടിക്ക് മാർക്ക് കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ജനങ്ങളുടെ നേർക്കാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ടിക്ക് മാർക്കാണ്. അവരും എൻ്റെ ആളുകളായിട്ട്, എന്നെ സ്നേഹിക്കുന്ന ആളുകളായിട്ട് മാറണം. ഇപ്പോൾ തന്നെ ആളുകൾക്ക് കലിഗുലയോട് വലിയ സ്നേഹം തന്നെയാണ്. പക്ഷേ അത് പോരാ. ഏറ്റവും ജനപ്രിയനായിട്ടുള്ളൊരു ചക്രവർത്തിയായിട്ട് മാറണം. രണ്ടാമത്തെ ടിക്ക് ഇടണമെങ്കിൽ ജനങ്ങളെ സന്തോഷിപ്പിക്കണം. സന്തോഷിപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? മുൻപുണ്ടായിരുന്ന ടൈബീരിയസ് ഒരു കിഴവനായിരുന്നു. അയാൾക്ക് എൻ്റർടൈൻമെൻറ്റുകളോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അയാൾ അതൊക്കെ തന്നെയും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ആംഫി തിയേറ്ററുകളൊക്കെ നിരോധിച്ചിരുന്നു, പാർട്ടികളൊക്കെ നിരോധിച്ചിരുന്നു, ആഘോഷ ചടങ്ങുകളൊക്കെ തന്നെയും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്യേണ്ടത് ആ നിരോധനമൊക്കെ ഒഴിവാക്കുക. പുതിയ ആംഫി തിയേറ്ററുകൾ സ്ഥാപിക്കുക. ഗ്ലാഡിയേറ്റേഴ്സ് തമ്മിലുള്ള യുദ്ധങ്ങൾ വീണ്ടും നടപ്പിലാക്കുക. അത് കാണാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള റോമൻ ജനത അവിടേക്ക് അരിച്ച് എത്തിച്ചേരുന്നതാണ്.
അവർ അത് കണ്ട് സന്തോഷിക്കുന്നതാണ്, ആർപ്പ് വിളിക്കുന്നതാണ്. ഗ്ലാഡിയേറ്റേഴ്സ് അവരുടെ ശൗര്യം വെളിയിൽ കാണിച്ചുകൊണ്ട് പരസ്പരം വേട്ടയാടി അതിൽ ഒരാൾ മരണമടയുന്നതാണ്. ചിലപ്പോൾ രണ്ടുപേരും മരണമടഞ്ഞു എന്ന് വരാം. ഇതെല്ലാം കാണുമ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ തുള്ളിച്ചാടുകയാണ് റോമൻ ജനത. അങ്ങനെ വീണ്ടും ആംബി തിയേറ്ററുകൾ തുറക്കുകയാണ്. ഗ്ലാഡിയേറ്റേഴ്സ് വീണ്ടും മരണമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സന്തോഷം റോമൻ തെരുവുകളിലൊക്കെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് കലിഗുല മാറുകയാണ്. ആഘോഷങ്ങൾ മാത്രം മതിയാവുകയില്ലല്ലോ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി വേണ്ടതാണ്. പ്രധാനമായിട്ടും റോഡുകൾ, അതിമനോഹരമായിട്ടുള്ള റോഡുകളാണ്. വെറുതെ കാട് വെട്ടി ഒരു വഴി ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ആ വഴികളിലൊക്കെ മനോഹരമായിട്ട് കല്ലുകൾ പാകുന്നുണ്ട്. അങ്ങനെ കല്ലുകൾ പാകിയ അതിമനോഹരമായിട്ടുള്ള തെരുവുകളും സ്ട്രീറ്റുകളും ഒക്കെ അവിടെ ഉണ്ടാവുകയാണ്. അതിനു പുറമെ അക്വാഡക്റ്റുകളും കൂടി സ്ഥാപിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടമാകുമ്പോഴേക്കും റോമിലെ ജനസംഖ്യ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. ആളുകൾ ഈ നദീതീരങ്ങളിൽ നിന്നൊക്കെ അകന്ന് പല സ്ഥലങ്ങളിലായിട്ട് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. അവിടെയൊക്കെ ജലം എത്തിക്കണമല്ലോ, അതിനുവേണ്ടി 2 അക്വാഡക്റ്റുകൾ കൂടി അയാൾ സ്ഥാപിക്കുന്നുണ്ട്. അതിനു മുൻപും ചില അക്വാഡക്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ കലിഗുല ഏറ്റവും മനോഹരമായിട്ടുള്ള അക്വാഡക്റ്റുകൾ ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കുകയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിൻ്റെ എൻട്രിയാണ്. ചരിത്രത്തിൽ അന്ന് വരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പേര് ഈ ഒരു സാഹചര്യത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. അയാളുടെ 56-ാമത്തെ വയസ്സിൽ ക്ലൗഡിയസ് എന്നാണ് അയാളുടെ പേര്. മരിച്ചുപോയ ജർമേനിക്കാസിൻ്റെ അനിയനാണ്, അതായത് ഈ കലിഗുലയുടെ അങ്കിളാണ്. ക്ലൗഡിയസ് ഈ കലിഗുലയെ കാണാൻ വരികയാണ്. കലിഗുലയ്ക്ക് വളരെ സന്തോഷമായി. രക്തബന്ധത്തിലുള്ള ഒരാളെ കൂടി അയാൾക്ക് വീണ്ടും കാണാൻ സാധ്യമായിരിക്കുകയാണ്. പരസ്പരം അവർ ആലിംഗനം ചെയ്തു. ക്ലൗഡിയസ് ഒരു ചെറിയ ആവശ്യവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ജർമേനിക്കാസ് മരണമടഞ്ഞു. അപ്പം ജർമേനിക്കാസിൻ്റെ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് ക്ലൗഡിയസ് ആണ്. അതായത് ഈ കലിഗുലയുടെ പിതൃസ്ഥാനത്ത് ഇപ്പോൾ ക്ലൗഡിയസ് ആണുള്ളത്. അതുകൊണ്ട് ഈ രാജകൊട്ടാരത്തിൽ താമസിക്കാനുള്ളൊരു അവകാശം വേണം. പിന്നെ എന്തെങ്കിലും ഒരു പദവി കൂടി കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. കലിഗുലയ്ക്ക് അതിൽ പൂർണ്ണമായിട്ടുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു സ്ഥാനമാനം മാത്രമല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, വലിയൊരു സ്ഥാനം തന്നെ. കൺസ്യൂൾ പദവിയാണ്. അതായത് ചക്രവർത്തിക്ക് തൊട്ട് താഴെ വരുന്ന ഒരു പദവിയാണ് കൺസ്യൂൾ. ഈ സെനറ്റുകളുടെ നേതാവെന്ന് നമുക്ക് പറയാം. ആ ഒരു നേതൃസ്ഥാനത്തേക്ക് ക്ലൗഡിയസിനെ ഉയർത്തി കൊണ്ടുവരാമെന്ന് കലിഗുല വാക്ക് കൊടുക്കുകയാണ്. പക്ഷേ എനിക്ക് എൻ്റെ അനിയത്തിമാരെ കിട്ടണം. അവരെവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ക്ലൗഡിയസ് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ എൻ്റെ അടുത്ത് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ക്ലൗഡിയസിന് സന്തോഷമായി, കാരണം അയാൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. 56 വയസ്സുവരെ ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ്. ജർമേനിക്കാസിനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു യോദ്ധാവോ ഒന്നുമായിരുന്നില്ല, ഒരു സാധാരണക്കാരൻ മാത്രം. ആ ഒരു സാധാരണക്കാരൻ ഒരു സുപ്രഭാതത്തിൽ അവിടെ ചക്രവർത്തിക്ക് തൊട്ട് താഴെയുള്ളൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പം അതിന് അയാൾ എന്ത് വില കൊടുക്കാനും തയ്യാറാണ്. അയാൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞാൻ ആ 3 സഹോദരിമാരെയും ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അയാൾ വാക്കുപാലിച്ചു. അധികം വൈകാതെ തന്നെ ആ 3 സഹോദരിമാരും കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അയാൾ കൺസ്യൂൾ പദവി അലങ്കരിക്കുകയും ചെയ്തു. ഡ്രൂസില്ല, ലിവില, അഗ്രിപ്പിന, ഇവർ 3 പേരുമാണ് കലിഗുലയുടെ സഹോദരിമാർ. ഇതിൽ അഗ്രിപ്പിന എന്ന പേര് മാറിപ്പോകരുത്, കാരണം കലിഗുലയുടെ അമ്മയുടെ പേരും അഗ്രിപ്പിന എന്ന് തന്നെയായിരുന്നു. ഒരു സഹോദരിയുടെ പേരും അഗ്രിപ്പിന എന്ന് തന്നെയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി ഡ്രുസില്ല തന്നെയാണ്. ഡ്രുസില്ലയോട് തന്നെയായിരുന്നു കലിഗുലയ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. ഏറ്റവും വിശ്വസ്തയായിട്ട് കരുതി പോന്നിരുന്നതും ഇതേ ഡ്രുസില്ല തന്നെയാണ്. ലിവിലയെക്കുറിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ചരിത്ര രേഖകളില്ല. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരൊരു ഇൻട്രോവേർട്ട് ആയിരിക്കണം എന്നാണ്. അല്ലാതെ എല്ലാ ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചരിത്ര രേഖകൾ കൂടുതലായിട്ട് ലിവില്ലയുടെ പേര് പരാമർശിച്ചിരുന്നേനെ. ഡ്രൂസില്ലയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ലെപ്പിഡസ് ആണ് ഡ്രൂസില്ലയെ വിവാഹം ചെയ്തിരിക്കുന്നത്. ഏറ്റവും മൂത്ത ആളും ഡ്രൂസില്ല തന്നെയാണ്. ഡ്രൂസില്ലയ്ക്ക് തൊട്ട് താഴെയായിട്ട് വരുന്നതാണ് അഗ്രിപ്പിന. അഗ്രിപ്പിന ചരിത്രരേഖകൾ വലിയ രീതിയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പേര് തന്നെയാണ്. അവർക്ക് രാജാവാകണം, അല്ലെങ്കിൽ രാജാവിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാകണമെന്നൊക്കെയുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ റോമിൽ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു രാജാവാകാൻ സാധിക്കുന്നതല്ല. പക്ഷേ റോം മറ്റൊരു ഈജിപ്റ്റായിട്ട് മാറണം, തനിക്ക് മറ്റൊരു ക്ലിയോപാട്രയായി മാറണമെന്നുള്ള വലിയൊരു മോഹം തന്നെ അഗ്രിപ്പിനയ്ക്കുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളോടും വലിയ രീതിയിൽ ഒരു സ്നേഹമുള്ള വ്യക്തി തന്നെയാണ് അഗ്രിപ്പിന. ഏറ്റവും ഇളയ ആളാണ് ലിവില്ല. ഇവർ 3 പേരെയും വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് കലിഗുല കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുന്നത്. മാത്രമല്ല അവർക്ക് 3 പേർക്കും കൂടെ ഒരു പദവിയും കൊടുക്കുന്നുണ്ട്, ചീഫ് അഡ്വൈസർ. രാജാവിന് വേണ്ട അഡ്വൈസുകളൊക്കെ ഇനി കൊടുക്കാൻ പോകുന്നത് ഇവർ 3 പേരുമാണ്. കലിഗുലയുടെ സെക്സ് ലൈഫും വളരെ വിചിത്രമായിരുന്നു.
ടൈബീരിയസ് മറ്റൊരു പുനർജന്മം എടുത്തു എന്ന് വേണം ഇവിടെ നമ്മൾ കരുതാൻ. ടൈബീരിയസിനേക്കാളും അപ്പുറമായിരുന്നു കലിഗുല സെക്സിൻ്റെ കാര്യത്തിൽ. ഒരുപക്ഷെ ടൈബീരിയസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശിക്ഷണമായിരിക്കാം അയാളെ ഇത്തരത്തിൽ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സെക്സ് അടിമയാക്കി മാറ്റിയത്. ടൈബീരിയസിനെ പോലെ തന്നെ അയാൾക്ക് എപ്പോൾ സെക്സ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് സെക്സ് ചെയ്യാൻ സാധ്യമാകണം. ആരോട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളോട് ചെയ്യാൻ സാധ്യമാകണം. എവിടെ വെച്ച് ഏത് സമയം അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അയാൾക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ അവിടെ വെച്ച് സെക്സ് ചെയ്യാൻ സാധ്യമാകണം. ടൈബീരിയസിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. കാരണം ടൈബീരിയസ് ഇത്തരത്തിൽ ഒരു കാമഭ്രാന്തനായിട്ട് മാറുന്നത് അയാളുടെ അവസാന കാലഘട്ടങ്ങളിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അയാൾ ഒരു പടുവൃദ്ധൻ തന്നെയായിരുന്നു. അതുകൊണ്ട് അയാൾ കാഴ്ചകൾ കണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ കലിഗുല വെറും 24 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്കാണ് റോമിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന ചക്രവർത്തി എന്ന പദവി എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. അയാൾ എല്ലാവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ആരെ കണ്ടാലും ആരോടും മോഹം തോന്നിയാലും അയാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. സ്ത്രീകളെ തന്നെയാണ് അയാൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ആ സ്ത്രീ വിവാഹിതയാണോ അതോ അവിവാഹിതയാണോ എന്നൊന്നും അവർ ചിന്തിക്കുകയില്ല. ആരുടെയെങ്കിലും അമ്മയാണെങ്കിൽ പോലും കലിഗുലയ്ക്ക് അതൊന്നും ഒരു വിഷയമായി മാറുന്നേയില്ല. അയാൾക്ക് കൂട്ടത്തിൽ ഏറ്റവും പ്രിയം സെനറ്റ് അംഗങ്ങളുടെ ഭാര്യമാരായിരുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. റോമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ കലിഗുല വളരെ ശക്തൻ തന്നെയാണ്. ആളുകൾക്കൊക്കെ വലിയ സ്നേഹവുമുണ്ട്. അതുകൊണ്ട് കലിഗുലയുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെയും ആളുകൾ കണ്ണടക്കിയാണ്, ഈ സെനറ്റ് അംഗങ്ങൾ പോലും കണ്ണടക്കിയാണ് ചെയ്യുന്നത്. വലിയ രീതിയിൽ പാർട്ടികൾ അയാൾ നടത്തുമായിരുന്നു. സാധാരണ ആളുകൾക്ക് വേണ്ടി തെരുവിൽ പാർട്ടികൾ നടത്തും. അതുപോലെ ഈ സെനറ്റ് അംഗങ്ങൾക്ക് വേണ്ടി അയാളുടെ കൊട്ടാരത്തിൽ തന്നെ പാർട്ടികൾ നടത്തുന്നതാണ്. പാർട്ടികളെന്ന് വിളിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയും, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ കൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ ഭാര്യമാരുമായിട്ടാണ് സെനറ്റ് അംഗങ്ങൾ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നത്. സെനറ്റ് അംഗങ്ങൾ ഈ മദ്യമൊക്കെ നുകർന്ന് അവിടെ ഇരിക്കുമ്പോൾ കലിഗുല ഈ ഭാര്യമാരെയും കൂട്ടി അയാളുടെ ഉറക്കറയിലേക്ക് പോകുന്നതാണ്. ഏതാണ്ട് 100ഓളം സെനറ്റ് അംഗങ്ങളുണ്ട്. അതിൽ ഒട്ടുമിക്ക ആളുകളും വിവാഹിതരാണ്. അവർക്ക് ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരുമായിട്ട് അയാൾ ആ വലിയ കൊട്ടാരത്തിലെ ആ വലിയ അന്തപുരത്തിലേക്ക് മടങ്ങുകയാണ്. ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് സെനറ്റ് അംഗങ്ങൾ. അത്തരത്തിൽ വളരെ മോശമായിട്ടൊന്നും നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു കൊട്ടാരമാണ് ഇപ്പോൾ നിലവിൽ റോമിലുള്ളത്. ക്യാപ്രിയിൽ നടന്നതിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അന്ന് ക്യാപ്രിയിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ ആളുകൾ എതിർത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും ആളുകൾക്ക് ഇഷ്ടമായിരുന്നില്ല എങ്കിൽ, ഇവിടെ ഈ റോമൻ ചക്രവർത്തിയോട് എല്ലാവർക്കും വലിയ സ്നേഹമാണ്. അതുകൊണ്ട് അയാൾ ഈ ചെയ്യുന്ന കാര്യങ്ങളോടും അവർക്ക് വലിയ ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നീടുള്ള 7 മാസം ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു എല്ലാവർക്കും. ആളുകൾക്കെല്ലാം സംതൃപ്തിയുള്ള ഒരു ചക്രവർത്തി തന്നെയാണ്. സെനറ്റ് അംഗങ്ങൾക്ക് സ്വീകാര്യനായിട്ടുള്ള ചക്രവർത്തിയാണ്. ചക്രവർത്തിക്ക് തന്നെ കാര്യങ്ങൾ എല്ലാം സുഖകരമായിട്ട് തന്നെ കടന്നു പോവുകയാണ്. ശത്രുക്കളില്ല, എല്ലാം മനോഹരമായിട്ട് തന്നെ കടന്നു പോവുകയാണ്. പക്ഷേ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ എന്നും മനോഹരമായിട്ട് തന്നെ തുടരുന്നതല്ല, അതിനൊരു അറുതി ഉണ്ടാകുന്നതാണ്. ഇവിടെയും അതുതന്നെയാണ്. പക്ഷേ വെറും 7 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. കാര്യമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ കലിഗുല കുഴഞ്ഞു വീഴുകയാണ്. വൈദ്യന്മാർ വന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പരിശോധിച്ചിട്ടും കലിഗുല ഒന്നും തന്നെ മിണ്ടുന്നില്ല. അയാൾക്കൊന്നും മിണ്ടാൻ സാധ്യമാകുന്നില്ല. അബോധാവസ്ഥയിൽ ഒരു കോമാ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. ആ കാലഘട്ടത്തിലെ വൈദ്യന്മാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുമില്ല. പക്ഷേ ചരിത്ര രേഖകളിലൊക്കെ ഈ രോഗത്തെ ബ്രെയിൻ ഫീവർ എന്ന പേരിലാണ് പരാമർശിക്കുന്നത്. പക്ഷേ ഇത് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ, ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രഷനാണോ, മാനസിക പ്രശ്നങ്ങളാണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാൾ ഒരു കാര്യവും സംസാരിക്കുന്നില്ല, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു ധാരണ പോലും ലഭ്യമാകുന്നില്ല. മാർക്കോയ്ക്കാണ് വലിയ രീതിയിൽ വിഷമമുള്ളത്. അയാൾ വൈദ്യനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ പഴയ ജീവിതത്തിലേക്ക് കലിഗുല മടങ്ങി വരാനായിട്ട്? വൈദ്യർ പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുമില്ല. മടങ്ങി വരാനുള്ള സാധ്യതയുമില്ല. ഒരുപക്ഷെ കുറേ അധികം വർഷങ്ങൾ ഇപ്രകാരം ഇങ്ങനെ തുടർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്കോയ്ക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം കലിഗുലയെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് മാർക്കോ തന്നെയാണ്. മാർക്കോയുടെ ഉചിതമായിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ടൈബീരിയസ് തന്നെ ഈ കലിഗുലയെ കൊന്നിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ തടയിട്ടത് അല്ലെങ്കിൽ വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തത് മാർക്കോയാണ്. അതിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് കലിഗുലയെ ചക്രവർത്തിയാക്കുക, അതിലൂടെ റോമിലെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് സ്വയം എത്തിച്ചേരുക. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പദവി തന്നെയാണ് ചക്രവർത്തിയുടെ
പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുകയാണ്. അയാൾക്ക് വലിയ അധികാരങ്ങളൊക്കെ ഉണ്ട്. ഈ അധികാരങ്ങളൊക്കെ നഷ്ടമാകുമോ? ഗമെല്ലസ് ഉണ്ട്, ഗമെല്ലസാണ് അടുത്ത അധികാരി. ഗമെല്ലസ് അട്ടിമറിച്ച് ചക്രവർത്തിയാകുകയാണെങ്കിലോ, ആരെങ്കിലും അബോധാവസ്ഥയിൽ കിടക്കുന്ന ഇപ്പോഴത്തെ ചക്രവർത്തിയെ കൊല്ലുകയാണെങ്കിലോ, വേറെ ആരെങ്കിലും ഒരു ചക്രവർത്തിയായിട്ട് മാറുകയാണെങ്കിലോ, അവരാദ്യം ചെയ്യുക കലിഗുലയുടെ വിശ്വസ്തനായിട്ടുള്ള മാർക്കോയെ കൊല്ലുക അല്ലെങ്കിൽ തടവിലാക്കുക എന്നതായിരിക്കും. അതുണ്ടാകാൻ പാടില്ല. കലിഗുലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും സ്വയം രക്ഷപ്പെടണം. അതിനൊരു മാർഗം മറ്റൊരാൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് സ്വയം ആ കാര്യങ്ങൾ ചിന്തിക്കുക എന്നതാണ്. മാർക്കോ സമയം ഒട്ടും തന്നെ പാഴാക്കിയില്ല. നേരിട്ട് ഗമെല്ലസിനെ പോയി കാണുകയാണ്. കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഈ അവസ്ഥയിൽ കിടക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരമൊന്നുമില്ല, അങ്ങനെ കിടക്കുകയാണെന്നേ ഉള്ളൂ. അതങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല. വേറെ ആരെങ്കിലും ഭരണം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഗമെല്ലസ് സെനറ്റിൽ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയണം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ചക്രവർത്തിയാക്കി മാറ്റാം, ഈ രാജ്യത്തിൻ്റെ ഭരണം എൻ്റെ കയ്യിൽ സുസ്ഥിരമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഗമെല്ലസിന് ഭയമാണ് തോന്നിയത്. കാരണം അത് ശരിക്കും ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. ഒരു ചക്രവർത്തി, അതിപ്പോൾ കോമാ സ്റ്റേജിലാണെങ്കിലും അല്ലെങ്കിലും, മരിക്കുന്നിടം വരെ അയാൾ ചക്രവർത്തി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ സെനറ്റ് പുറത്താക്കണം വ്യക്തമായിട്ടുള്ള കാരണസഹിതം. പക്ഷേ മാർക്കോ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഞാൻ വൈദ്യനോട് സംസാരിച്ചാണ്, ഇനി ജീവിതത്തിലേക്ക് കലിഗുല മടങ്ങി വരുന്നതല്ല, അതുകൊണ്ട് നമുക്ക് ഈ നീക്കവുമായിട്ട് മുന്നോട്ട് പോകാം. അടുത്ത ദിവസം സെനറ്റ് ഹാളിൽ ചർച്ചകൾ നടക്കുന്ന ആ വേളയിൽ അവിടേക്ക് ഗമെല്ലസ് കടന്നു വരികയാണ്. ഒപ്പം മാർക്കോയുമുണ്ട്. മാർക്കോയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഗമെല്ലസ് പറയുകയാണ്, നമ്മൾക്കെല്ലാം വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് റോം കടന്നു പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ചക്രവർത്തി രോഗശയ്യയിലാണ്, എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കുന്നതാണ്. പക്ഷേ അങ്ങനൊരു ചക്രവർത്തിയെ കൊണ്ട് റോമിന് കാര്യമില്ല. റോമിന് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ, ഇവിടെ കൂടുതൽ വികസനം കൊണ്ടുവരണമെങ്കിൽ, നമ്മളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ വകവരുത്തണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴുള്ള ഈ ചക്രവർത്തിയെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്നെ ചക്രവർത്തിയായിട്ട് വാഴിക്കാൻ സാധിക്കുന്നതാണ്. സെനറ്റിലുള്ള അംഗങ്ങളിൽ പലർക്കും ഒരു ഭയം ആണ് ആ സമയത്ത് തോന്നിയത്. കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അത് മാത്രമല്ല, ഗമെല്ലസ് പറയുന്നതിൽ ചില വസ്തുതയൊക്കെ ഉണ്ട്. ഇങ്ങനെ എത്ര നാളാണ് കടന്നു പോവുക? ഇവിടെ ആരോഗ്യവാനായിട്ടുള്ളൊരു ചക്രവർത്തി തീർച്ചയായിട്ടും വരണം. പക്ഷേ ആരും ഒന്നും തന്നെ പറയുന്നില്ല. എല്ലാവരും നിശബ്ദരായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് ഗമെല്ലസ് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ ഇതൊക്കെ വലിയ വിഷമത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് നിലവിലുള്ള കൺസ്യൂളായിട്ടുള്ള ക്ലൗഡിയസ് ആണ്. ക്ലൗഡിയസിൻ്റെ മകൻ്റെ സ്ഥാനത്തുള്ള വ്യക്തിയാണ് കലിഗുല. കലിഗുലയെ ചക്രവർത്തി സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗമെല്ലസ്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ തന്നെ കടന്നുപോയി. ഒരു 3 മാസമായി. 3 മാസമായപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കട്ടിൽ കിടന്നിരുന്ന കലിഗുല ചാടി എഴുന്നേൽക്കുകയാണ്. അയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു കാരണവുമില്ലാതെ അബോധാവസ്ഥയിലേക്ക് പോയ വ്യക്തി ഒരു കാരണവുമില്ലാതെ 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഈ മടങ്ങിവരവും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മാർക്കോയെ തന്നെയാണ്. കാരണം മാർക്കോ ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുകയാണ്. സെനറ്റ് അംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ഗമെല്ലസിനെ കൊണ്ട് ഒരു പ്രസ്താവന തന്നെ ഇറക്കിയിരിക്കുകയാണ്. ഇത് കലിഗുല അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെ കൊന്നുകളയുന്നതാണ്. വേറെ ആരെങ്കിലും പറഞ്ഞ് കലിഗുല അറിയുന്നതിന് മുൻപ് ഈ കാര്യത്തെ ഞാൻ നേരിട്ട് പോയി അവതരിപ്പിക്കുന്നതാണ് ഉചിതമെന്ന് മാർക്കോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അല്പം ഭയത്തോടു കൂടി തന്നെ തൻ്റെ പ്രിയപ്പെട്ട കലിഗുലയുടെ അടുത്തേക്ക് പോവുകയാണ്. കലിഗുല ഇത്രയും നാളുകൾക്കിടയിൽ ഒരിക്കൽ പോലും മോശമായിട്ട് മാർക്കോയോട് സംസാരിച്ചിട്ടില്ല. മാർക്കോയും കലിഗുലയും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധമാണ്. കലിഗുലയോട് ഇപ്പോൾ ആരാണ് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്കോയുടെ പേര് തന്നെയായിരിക്കും പറയുക. പക്ഷേ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. സ്വന്തം വായിൽ നിന്നും മാർക്കോ അത് തെറ്റായിരുന്നു എന്ന് പറയാൻ പോവുകയാണ്. മാർക്കോ ഭയത്തോടു കൂടി തന്നെ പറയുകയാണ്, താങ്കൾ ഇവിടെ അബോധാവസ്ഥയിൽ കിടന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ വിഷമം തന്നെയായിരുന്നു. താങ്കളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിഷമമുണ്ടായിരുന്നു, നമ്മുടെ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചുള്ളൊരു വിഷമമുണ്ടായിരുന്നു. അബോധാവസ്ഥയിലുള്ള താങ്കൾക്കൊരിക്കലും ഭരിക്കാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് താങ്കൾക്ക് ബോധം വരുന്നിടം വരെ മറ്റൊരാളെ ചക്രവർത്തിയാക്കി മാറ്റുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചിരുന്നു. അത് നമ്മുടെ റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി തന്നെയാണ്. ഞാനത് ഗമെല്ലസിനോട് പറഞ്ഞു. ഞാനും ഗമെല്ലസും സെനറ്റ് ഹാളിൽ പോയി ഇപ്രകാരമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കലിഗുലയ്ക്ക് വലിയ വിഷമം തന്നെയാണ്, പക്ഷേ അയാളത് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ വിഷമങ്ങൾ കടിച്ച് അമർത്താനുള്ള ഒരു ശക്തി കലിഗുലയ്ക്കുണ്ട്.
കലിഗുല വലിയ വിഷമത്തോടു കൂടി തന്നെ പറഞ്ഞു, കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. മാർക്കോയെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. പക്ഷേ അയാളുടെ ഉള്ളിലേക്ക് ഒരു തീക്കനൽ കോരിയിട്ടിരിക്കുകയാണ്. ഇന്നേ വരെ വിശ്വസ്തയിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനെന്ന് കരുതിയിരുന്ന മാർക്കോ തന്നെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ്. മാർക്കോ പിന്നിൽ നിന്ന് കുത്തുകയാണെങ്കിൽ ആർക്കു വേണമെങ്കിലും തൻ്റെ പിന്നിൽ നിന്ന് കുത്താൻ സാധിക്കുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ഈ അധികാരത്തിനു വേണ്ടി തന്നെ കൊന്നുകളയാനും ആരും മടിക്കുന്നതല്ല. ഈ വാർത്ത കലിഗുലയ്ക്ക് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. അയാളുടെ മാനസിക അവസ്ഥയുടെ ബാലൻസ് തന്നെ നഷ്ടമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനുശേഷമുള്ള കലിഗുല വ്യത്യസ്തനായിട്ടുള്ള ഒരു കലിഗുലയാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കലിഗുലയല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം അത്രയും വലിയൊരു ഷോക്ക് അയാൾക്കിപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. ഇനി എല്ലാവരെയും സംശയത്തോടുകൂടി അല്ലാതെ അയാൾക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നതല്ല. മാർക്കോയ്ക്കും ഇപ്പോഴും ടെൻഷനുണ്ട്. പൊക്കോ, കുഴപ്പമില്ല എന്നൊക്കെ കലിഗുല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കലിഗുലയുടെ ഉള്ളിൽ ഇപ്പോൾ മാർക്കോയുടെ ഒരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അത് മാർക്കോയ്ക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. ആ സംശയം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനുവേണ്ടി അയാൾ ഒരു പോയിസൺ കുപ്പിയുമായിട്ട് കലിഗുലയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കലിഗുലയോട് പറയുകയാണ്, ഈ പോയിസൺ കുപ്പി കണ്ടോ, ഇത് വിഷമാണ്, ഇത് ഉപയോഗിച്ചിട്ടാണ് താങ്കളെ അബോധാവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയതെന്നറിയാമോ? കലിഗുല സംശയത്തോടുകൂടി തന്നെ ചോദിച്ചു, എവിടെ നിന്നാണ്, എന്താണ് ഈ പോയിസൺ, ആരാണിത് പ്രയോഗിച്ചത്? ഇതെനിക്ക് കിട്ടിയത് ഗമല്ലസിൻ്റെ അറയിൽ നിന്നാണ്. കാരണം കലിഗുല മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രയോജനം കിട്ടാൻ പോകുന്നത് അത് ഗമല്ലസിനാണ്. ഗമല്ലസിനെ ഇനിയും നമുക്ക് സ്വതന്ത്രനായിട്ട് വിടാൻ സാധിക്കുന്നതല്ല. അവനെ വകവരുത്തണം, അല്ലെങ്കിൽ താങ്കളുടെ ജീവന് അത് ആപത്താണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണല്ലോ താങ്കൾക്ക് പകരം അടുത്ത ചക്രവർത്തിയായിട്ട് ഗമല്ലസ് വരണമെന്ന് ഗമല്ലസിനോട് ഞാൻ ആവശ്യപ്പെട്ടത്. അതിലെനിക്ക് വലിയ വിഷമം തന്നെ തോന്നുന്നുണ്ട്. കലിഗുലയ്ക്ക് നല്ല ദേഷ്യമുണ്ട് ഗമല്ലസിനോട്. പക്ഷേ ഗമല്ലസിനെ അങ്ങനെ കൊല്ലാൻ സാധിക്കുകയില്ല. കാരണം ഇപ്പോൾ ഗമല്ലസ് ടൈബീരിയസിൻ്റെ കൊച്ചുമകൻ മാത്രമല്ല, കലിഗുലയുടെ വളർത്തുമകൻ കൂടിയാണ്. അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗമല്ലസിനെ. മാത്രമല്ല അടുത്ത ചക്രവർത്തിയായിട്ട് ഗമല്ലസിൻ്റെ പേര് കൂടി എഴുതി വച്ചിട്ടുമുണ്ട്. അങ്ങനെ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചക്രവർത്തിക്ക് ആ വ്യക്തിയെ കൊല്ലാൻ സാധിക്കുന്നതല്ല. പിന്നെ എന്താണ് ഒരു മാർഗം? കൃത്യമായിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ആ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഗമല്ലസിനെ നമുക്ക് തടവറയിലാക്കാം. അധികം വൈകിയില്ല, ഭടന്മാരെ വിട്ട് ഗമല്ലസിനെ പിടിച്ച് തടവറയിൽ ആക്കുന്നുണ്ട്. ഗമല്ലസിനൊന്നും മനസ്സിലാകുന്നില്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ തടവിലാക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള കാരണമൊന്ന് പറയൂ. ആരും ഒരു കാരണവും പറയുന്നില്ല. ഗമല്ലസിൻ്റെ കയ്യിലുണ്ടായിരുന്ന പോയിസൺ കുപ്പി തന്നെയാണോ മാർക്കോ കലിഗുലയ്ക്ക് കൊണ്ട് കൊടുത്തത്? അതിനെക്കുറിച്ച് നമുക്ക് ധാരണയൊന്നുമില്ല. ചരിത്രത്തിൽ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ പോയിസൺ കുപ്പി കൊണ്ട് കാണിച്ച് ഗമല്ലസിനെ അകത്താക്കി എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഗമല്ലസ് ഒരു പാവമായിരുന്നോ? അറിയില്ല, നമുക്ക് വ്യക്തമല്ല. അധിക നാളൊന്നും ഗമല്ലസിന് ആ തടവറയിൽ കഴിയേണ്ടി വന്നില്ല. ഒരു ദിവസം കലിഗുല മാർക്കോയോടൊപ്പം മറ്റു ചില സൈനികരോടൊപ്പം ആ ജയിലറയിലേക്ക് പ്രവേശിക്കുകയാണ്. ജയിലറയിൽ എത്തിക്കഴിയുമ്പോൾ ഗമല്ലസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ ഈ തടവിലാക്കിയിരിക്കുന്നത്? എന്നെ മകനായിട്ട് കാണാമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടും എന്തിനാണ് ഈ ഒരു ചതി? ഇതിൻ്റെ പിന്നിലുള്ള കാരണം എനിക്കറിയണം. കാരണമൊന്നും പറയാനായിട്ട് കലിഗുല മുതിരുന്നില്ല. കലിഗുല അടുത്തുണ്ടായിരുന്ന സൈനികനോട് നിങ്ങളുടെ വാൾ ഊരി അത് ഗമല്ലസിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. ആ നീക്കം എന്തിനാണെന്ന് ഗമല്ലസിന് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. വ്യക്തമായിട്ട് നിയമങ്ങളെക്കുറിച്ച് അറിവുള്ള ആൾ തന്നെയായിരുന്നു ആ ചെറിയ പ്രായത്തിലും ഗമല്ലസ്. ഒരിക്കലും കലിഗുലയ്ക്ക് നേരിട്ട് തന്നെ കൊല്ലാൻ സാധിക്കുകയില്ല. ഒരു സൈനികനെ ഉപയോഗിച്ച് കൊല്ലാനും സാധിക്കുന്നതല്ല. സെനറ്റ് ഇടപെടുന്നതാണ്. കലിഗുലയെ വിചാരണ ചെയ്യാൻ പോലും സെനറ്റിന് സാധ്യമാകുന്നതാണ്. പക്ഷേ സ്വയം ആത്മഹത്യ ചെയ്യുകയാണെങ്കിലോ അവിടെ സെനറ്റിനൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ വാൾ തരുന്നത് സ്വയം കുത്തി മരിക്കാൻ വേണ്ടി തന്നെയാണ്. ഗമല്ലസ് കരഞ്ഞുകൊണ്ട് കലിഗുലയുടെ കാലിൽ വീഴുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, എന്നെ കൊല്ലരുത്. സൈനികർ നിലത്ത് കിടക്കുന്ന ഗമല്ലസിനെ പൊക്കിയെടുക്കുകയാണ്. ബലമായിട്ട് വാൾ അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സൈനികർ തന്നെ ആ വാള് ബലമായിട്ട് അയാളുടെ വയറ്റിലൂടെ കുത്തി ഇറക്കുകയാണ്. അങ്ങനെ ഗമല്ലസിൻ്റെ അന്ത്യമാണ്. ടൈബീരിയസിൻ്റെ കൊച്ചുമകൻ അവിടെ മരണമടയുകയാണ്. ഇനി റോം കാണാൻ പോകുന്നത് സാധാരണ കലിഗുലയല്ല, ഒരു ഭ്രാന്തനായ കലിഗുലയാണ്. അയാൾ ചെയ്തു കൂട്ടുന്ന ആക്രമണങ്ങൾ അത് ഏതു മനസാക്ഷിയുള്ള വ്യക്തിയെയും ഒന്ന് ഉലയ്ക്കുന്നതാണ്. റോം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ക്രൂരതയുടെ നാളുകൾ തന്നെയാണ്. ആ നാളുകളിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ഭാഗത്തിലൂടെ.